കൂട്ടുകാരെ ഇപ്പോൾ പഴയതുപോലെയല്ല, ഡ്രൈവിംഗ് പഠിക്കാൻ എല്ലാവർക്കും ആഗ്രഹം, പെൺകുട്ടികൾക്കും അതുപോലെ ആൺകുട്ടികൾക്കും. ഇപ്പോൾ ഒത്തിരി പെൺകുട്ടികൾ ഡ്രൈവിംഗ് പഠിക്കുന്നു. ഈ കാലയളവിൽ ഞാനത് ശ്രദ്ധിച്ചു. ഞാൻ അനേക ആൾക്കാരെ, ലേഡീസിനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ വലിയ പ്രശ്നമാണ്, ഏറ്റവും വലിയ പ്രശ്നമാണ് പേടി. ഓക്കെ, അപ്പോൾ ഒരിക്കൽ ഞാൻ ഒരു ലേഡിയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അവരൊരു പ്രശ്നമാണ്, സാറേ കയറ്റത്ത് വണ്ടി കൊണ്ടുപോകരുത്, ലെവൽ റോഡിലൊക്കെ എന്നെ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കാര്യം എന്തുവാണ്? അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയാണ്, കയറ്റത്തോട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ പുറമോട്ട് പോവുമോ, നിർത്തി കഴിഞ്ഞ് എടുക്കുമ്പം സാറേ പുറമോട്ട് ഇറങ്ങിപ്പോയി വണ്ടി മറിഞ്ഞാലോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് അവർക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് കയറ്റത്ത് ഓടിക്കണ്ട, ലെവൽ റോഡിൽ മാത്രം ഓടിച്ചാൽ മതി. അപ്പം നിങ്ങളുടെ പ്രശ്നം ഈ കയറ്റമൊക്കെ കയറുമ്പോൾ വണ്ടി നിന്ന് പോയാൽ അത് പുറമോട്ട് പോകുമോ, അല്ലെങ്കിൽ വണ്ടി കയ്യിൽ നിന്ന് പോകുമോ എന്നൊക്കെ ഉള്ളൊരു പേടി. അത് സ്വാഭാവികമാണ്, പഠിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ആണുങ്ങളായ ഞങ്ങൾക്കും ആ വിഷയമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരാണ്, കയറ്റത്ത് നിങ്ങൾ പോകരുത്. നിങ്ങൾ പാർക്കിലും മെയിൻ റോഡിലുമൊക്കെ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി പഠിക്കുക. പെട്ടെന്ന് കയറ്റത്ത് പോയി എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ലെവൽ റോഡിൽ ഓടിയത്. അപ്പോൾ അതിനുള്ളൊരു ഐഡിയ ആണ്, നിങ്ങൾക്ക് കയറ്റത്ത് ഓടിക്കാൻ പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് പറയുന്നത്. നിങ്ങൾ കയറ്റത്ത് 1-2 മാസത്തേന് വണ്ടിയും കൊണ്ട് പോകരുത്. 1 മാസം ലെവൽ റോഡിൽ ഓടിക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ഏകദേശം വണ്ടിയെപ്പറ്റി കാര്യങ്ങളും, ക്ലച്ചും ബ്രേക്കും ഹാഫ് ക്ലച്ചും എല്ലാം മെഷർമെൻറ്റും വണ്ടിയുടെ നീളവും വീതിയും ഒക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 2 മാസത്തിന് ശേഷം ഒന്ന് ലെവലായതിനു ശേഷം പിന്നെ നിങ്ങൾ കയറ്റത്ത് ഉള്ള ട്രെയിനിങ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കയറ്റത്ത് ഓടിക്കാൻ പേടിയാണെങ്കിൽ കയറ്റത്ത് നിങ്ങൾ ഉടനെ വണ്ടിയും കൊണ്ടങ്ങ് പോകരുത്. അത്രമാത്രം ചെയ്താൽ മതി, സിമ്പിളാണ്. ലെവൽ റോഡിൽ ഓടിയിരി. ഓക്കെ, പിന്നെ കയറ്റത്ത് എങ്ങനെ ഓടിക്കാം, കയറ്റത്ത് നിർത്തി വണ്ടി പുറമോട്ട് പോകാതെ എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഈ ഡോക്ടർ ഡ്രൈവിങ്ങിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം നിങ്ങൾക്ക് 1-2 മാസം നിങ്ങൾ ലെവൽ റോഡിൽ ഓടിച്ചതിന് ശേഷം ഹാഫ് ക്ലച്ച് താങ്ങിയെടുക്കുന്ന കാര്യം, കയറ്റത്ത് നിർത്തിയെടുക്കുന്ന കാര്യം എങ്ങനെ എന്നുള്ള ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കയറ്റത്തുള്ള പ്രശ്നവും മാറും. അപ്പം നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ നിങ്ങൾ ലേഡീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോയ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാ സൊല്യൂഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പം ഫുള്ള് സപ്പോർട്ട് ചെയ്യാം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.